എല്ലാവരും ചോദിക്കേണ്ടത് ലവ് മാരേജ് ആണോ? ലവ് മാരേജും അല്ല, അറേഞ്ച്ഡ് മാരേജും അല്ല. പിന്നെ ഞാൻ ഡിവേഴ്സായി നിൽക്കുകയാണല്ലോ ഓൾറെഡി. ഡിവേഴ്സായി നിൽക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ. കുറെ കമന്റ് ഒക്കെ വരുന്നതൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. ഒറ്റപ്പെട്ടു പോയ ഒരു സിറ്റുവേഷനിലാണ് ഇദ്ദേഹത്തിന് കൂട്ടായിട്ട് എടുക്കാമെന്ന് തോന്നിയത്. കല്യാണേ വേണ്ടാന്ന് വിചാരിച്ചേനു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത്? വീഡിയോയിൽ ഉമ്മാണോ മോനാണോ അങ്ങനെ ചോദിക്കും. ആദ്യമൊക്കെ ഇതെങ്ങനെ നേരിട്ടോണ്ടിരുന്നു ഈ ഫസ്റ്റ് ടൈമില് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോ? എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് നാലും എടുത്തൊക്കെ വരും കേട്ടോ, കമന്റ് വായിക്കുമ്പോ ഒക്കെ വരും. പിന്നെ ആക്ച്വലി നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ആര് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തുടക്കം മുതൽ ഇതുവരെ? കൂടുതൽ ആൾക്കാരും വന്ന് ഉപദേശിച്ചു പോയി. ഓൻ ചെറിയ ചെക്കനല്ലേ, ഓന്റെ ലൈഫ് ഇങ്ങനെ ചിന്തിച്ചു നോക്കും. ആരും നമ്മളെ മാരേജിന് വിളിക്കൂല, ഫ്രണ്ട്സ് പോലും എല്ലായിടത്തുനിന്നും ഒഴിവാക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പ്രഗ്നൻസി സ്റ്റോറി പറയാനും അതൊക്കെ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടോ? ഏജ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനുഭവിച്ചതിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു മൊമെന്റ് സമയത്താണ് മൊത്തം ബ്ലോക്ക് ആയിട്ട് പൈസയൊക്കെ പെൻഡിങ് ആയി. പൈസ ഇല്ല, ചെലവിന് പൈസ ഇല്ല, പമ്പേഴ്സ് വാങ്ങാൻ പോലും പൈസ ഇല്ല. ഐഷു ഉണ്ട്. ബോഡി ഷേമിങ് കമന്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്? അത് എനിക്കറിയാം, ഞാൻ കണ്ണാടി നോക്കിയാൽ എത്ര ഉണ്ട് എന്നുള്ളത്. ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ചെയ്യാം. എനിക്ക് ഷെഫിനെ ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും പോവാ സംഭവം. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കപ്പിളിൻ്റെ വീട്ടിലാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഇവരുടെ വീഡിയോസ് കണ്ട് നമ്മുടെ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. TT ഫാമിലി എന്നാണ് യൂട്യൂബ് നെയിം എങ്കിലും ഷെമിത്താനെയും ഷെഫീനെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ഹലോ. എന്താ നിങ്ങളെ TT ഫാമിലി എന്ന് വിളിച്ച് പറയണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വിളിച്ച് വെൽക്കം ചെയ്യണോ? കുഴപ്പമില്ല അല്ലേ? ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചത് എന്താണ് ഈ TT ഫാമിലി? TT ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തറവാട് പേരാ. താഴത്തൊടുകയിലിന്റെ TT-യാ. താഴെ തൊടുകയിൽ TT. ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ ഇട്ടതാ. ആരുടെ വീട്ടുപേരാ? എന്റെ വീട്ടുപേരാ. എളിയുന്നുണ്ട് കേട്ടോ കുറച്ച്. ഞാനോ? ഞാനൊന്ന് എളിയുന്നുണ്ട്. എളിയുന്നോ? അതായത് നാളെ വരുന്നത് ക്യാമറയുടെ മുന്നിൽ. അതെന്തിനാ അറിയില്ല. വന്നപ്പോഴേ പറഞ്ഞു ഞാൻ ഇങ്ങനെ വേറെ ആൾക്കാരുടെ ക്യാമറയിൽ കുറച്ചിങ്ങനെ ഡീസെന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. അതിനൊന്നും ആവശ്യമില്ല, ഇവരൊക്കെ മറന്നേക്കും, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോസ് ഒക്കെ ഇങ്ങനെ റീച്ചായി വരികയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഓക്കെ. അപ്പം നോക്കുമ്പോഴേക്കും യൂട്യൂബിലെ വീഡിയോസും എല്ലാം ഇങ്ങനെ വൈറലാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് കപ്പിളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര നാളായി ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് യൂട്യൂബ് ജേർണി? ഒരു 2 വർഷം ആവാനാ. 2 വർഷം? നീ ഒന്ന് ശരിക്കും ആലോചിച്ചു. 2.5 വർഷമായി. ആരുടെ ഐഡിയ ആയിരുന്നോ? ആരാ ഈ ഒരു ഐഡിയ തന്നെ? നമുക്ക് കുറച്ച് ഷെഫിന്റെ ഐഡിയ. നിങ്ങളാ പരസ്പരം ഇങ്ങനെ ചെല്ലപ്പേരെന്ന് വിളിക്കില്ലേ? മോളേന്നോ? ഇല്ല, ഞാൻ ഷെഫിയെന്ന് വിളിക്കുള്ളൂ. തിരിച്ച് ഷെമി അല്ല, മോളേന്നൊന്നും വിളിക്കില്ല? ഇല്ല. പക്ഷേ ആ നോട്ടത്തിൽ എന്തോ മന്തിയിടുണ്ടല്ലോ. പക്ഷെ കറക്റ്റ് മാച്ചിങ് പേര് എങ്ങനെ കിട്ടി? ഇത് ഷെഫീക്ക്, ഷെമീന. കൊള്ളാം. ഇപ്പോ ഇങ്ങനെ 2 വർഷമായിട്ട് യൂട്യൂബിൽ ഉണ്ട്, പിന്നെ കുറച്ച് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴുള്ള റെസ്പോൺസ് ഒക്കെ? ഫാൻസ് ഒക്കെ കുറെ കൂടി? ഫാൻസ് ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫാൻസ് വരിക ആർക്കാ ഏറ്റവും കൂടുതൽ ഫാൻസ് ഒക്കെ? ഞാൻ പറയുന്നത് എനിക്കാണ്, ഷെഫി പറയും ഷെഫിക്കാണ്. എന്നാലും
ഞങ്ങൾ രണ്ടാക്കും നല്ല കുഴപ്പമില്ലാണ്ട് ആൾക്കാർ ഇഷ്ടമാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? എനിക്ക് കൂടുതൽ ഫാൻസ് ഞാൻ എന്റെ മാത്രം നോക്ക ഷമിത ഷമിത ഷമി ഷമി എന്നുള്ളത്. ഷെഫി വരുമ്പോ ഞാൻ വായിക്കുന്നില്ല. അതെന്താ അറിയോ, വെള്ള വിചാരം വെക്കാന്നാ അതൊക്കെ വെറുതെ തോന്നുക. ശരിക്കും നമുക്ക് ശരിക്കും നമുക്ക് ഞാൻ ഷെമിത്താന്റെ ഫാനാ. എടോ ഞാൻ വന്നപ്പോ കൂടുതലും ഉണ്ട് ഷെമിത്താന്റെ അടുത്തല്ലേ, എന്നിട്ടാ എന്റെ അടുത്ത് ഉണ്ടല്ലോ. ഞാനൊരു ഹായ്, അപ്പൊ ഞാൻ ഹായ്. അതല്ല, ഞാൻ വന്നപ്പോ ഉണ്ട് ഒരിടത്തല്ലേ എന്റെ എനിക്ക് എന്നെ വലിയ ഇഷ്ടം. തമാശ ഓക്കെ. അപ്പൊ ഈ നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഇങ്ങനെ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് ആരാ പറയാ ഇന്നിങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഉണ്ടോ? ഷെഫി തന്നെ ഈ എല്ലാം ബുദ്ധി ഷെഫീന്റെ. അതല്ല, ഞങ്ങൾക്ക് കൂടുതൽ ചില ടൈമിന് ഞങ്ങൾക്ക് ഒരു കണ്ടന്റിന്റെ പെട്ടെന്ന് കുറെ സംഭവങ്ങൾ ഇങ്ങനെ വരും. ചില സമയത്ത് അപ്പൊ എഴുതി വെക്കും. എഴുതി വെച്ചിങ്ങാണ്ട് പിന്നെ എടുക്ക് നിന്നു പോകും. അത് ക്ഷാമം വരുമ്പോ പിന്നെ പെട്ടെന്ന് കുറെ ഇങ്ങനെ വരും. അങ്ങനെയാണ് ഇതിന്റെ സംഭവം. ചിലപ്പം ചിന്തിക്കാണ്ട് തന്നെ കുറെ കണ്ടന്റ് വെറുതെ സംസാരിക്കുമ്പോ തന്നെ കണ്ടന്റുകൾ ഇങ്ങനെ. ഈ ഷോർട്ട് വീഡിയോ ഒക്കെ കുറെ നമ്മളെ ലൈഫിൽ നടന്നു തന്നെ അങ്ങനെ കൊറേ കേട്ടോ. എല്ലോ അല്ല നമ്മളെന്തോന്ന് ചെയ്യുമ്പോഴേക്ക് ഇതുപോലെ നിങ്ങൾ പ്രേമിച്ച വേറെ വഴക്കിന്റെ വീഡിയോസ് ഒക്കെ ഇതുപോലെ അതൊക്കെ വെറുതെ അവര് ജസ്റ്റിന് വേണ്ടി ചെയ്യാം, അത്രേ ഉള്ളൂ. എന്നാലും ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ചോദിച്ചാൽ ഏതായിരിക്കും? ഷോർട്സിലേക്ക് കുറെ റൊമാൻറ്റിക് ചെയ്യലധികം. പിന്നെ എല്ലാരും പറഞ്ഞ് റൊമാൻസ് ചെയ്യാൻ. അപ്പൊ റൊമാൻസ് ഉണ്ടായിക്കണല്ലേ. അത് ജീവിതത്തിൽ നിന്ന് പകർത്തിയാണോ വീടിന്റെ ഫ്രണ്ടിൽ കൂടി മറ്റേ നിങ്ങളൊക്കെ തന്നെ കമന്റ് ഇട്ടത്? നമുക്കറിയില്ലല്ലേ അതൊന്നല്ല. പിന്നെ എങ്ങനെ വീഴ്ത്തിയേ? ഇല്ല, എല്ലാരും ചോദിക്കുന്നത് ലവ് മാരേജ് ആണോ? ലവ് മാരേജും അല്ല, അറേഞ്ച്ഡ് മാരേജും അല്ല. പിന്നെ അതാണ് അതിന്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. പേരിട്ടില്ല. സത്യം പറയാണെങ്കിൽ മാരേജ് മാരേജ് ചെയ്യുമ്പോ ഇഷ്ടപ്പെട്ട് കണ്ടല്ലേ മാരേജ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോ ഇഷ്ടപ്പെട്ടുള്ള മാരേജ് ആണ്. പക്ഷെ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷയാണ്. അത് ഞങ്ങള് എക്സ്ക്ലൂസീവ് ന്യൂസ് ഞങ്ങളുടെ ചാനലിൽ പുറത്തു. അല്ല, അങ്ങ് പറയാൻ പറ്റണത് പറയാ പറഞ്ഞു. എന്നാലും എത്ര നാള് സ്നേഹിച്ചു? സ്നേഹിച്ച് നടന്നിട്ടൊന്നുമില്ല. എനിക്ക് വേർക്കണ്. ചൂടല്ലേ? ഞാനല്ലേ ചോദിച്ചു എത്ര നാള് സ്നേഹിച്ചു? ഇപ്പൊ 3 വർഷമായില്ല നമ്മൾ സ്നേഹിക്കണേ. 3 വർഷമല്ല, 3.5 വർഷം. 3.5 വർഷം. ഐശുവിന്റെ 2.5 വയസ്സായില്ലേ? 3.5 വർഷമായി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതിന്റെ മുമ്പ് സ്നേഹിക്കാന്നും പറഞ്ഞിട്ടുള്ള ആ സംഭവം ഒന്നുമില്ല. അങ്ങനെയൊക്കെ ആദ്യമായിട്ട് എവിടെ നിന്നാ കണ്ടേ? ആദ്യമായിട്ട് കൊറേ തട്ടോ പറഞ്ഞത് അരിച്ചാക്കൊക്കെ ആയിട്ട്. അരിച്ചാക്കോ? അല്ല, അരിച്ചാക്കല്ല, അരിന്റെ ചെറിയ കവറൊക്കെ ആയിട്ട് ഇങ്ങനെ. അരിച്ചാക്കി ഇവന്റെ ഭാഷ. ഞാൻ അങ്ങാടിന്ന് സാധനമൊക്കെ വാങ്ങി പോണേ കാണലുണ്ടായിരുന്നു. അതാ പറയണേ. അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടേ. അങ്ങനെ ഒരു പാവോ ഇങ്ങനെ നടന്നു ഇങ്ങനെ പോണേ. അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ല, ഞാൻ ഡിവോഴ്സായി നിക്കാണല്ലോ ഓൾറെഡി. അപ്പൊ അങ്ങനല്ലേ? ഡിവൈസ് ആയി നിൽക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ അല്ലേ. ഓരോ കാര്യങ്ങൾക്കൊക്കെ വേറെ ആരെങ്കിലും ഒന്നിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ അല്ലേ. അതെ അതെ, അത് അങ്ങനെയല്ല, ആക്ച്വലി അങ്ങനെയല്ല, പക്ഷെ ഇങ്ങനെ സൊസൈറ്റി അങ്ങനെ ആക്കി മാറ്റി. അതെ അതെ, അങ്ങനെയാണല്ലോ സൊസൈറ്റിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അതാണ് സംഭവം. അങ്ങനെ കണ്ടു ഇഷ്ടായി. കണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ ശല്യം ചെയ്തോ? അങ്ങനൊന്നുമില്ല, അതിപ്പോഴും അങ്ങനൊന്നും നടക്കൊന്നുമില്ല. നീ എന്ന് പറ. കണ്ടു, ആരെയും കിറ്റായിട്ട് പോകുന്ന ഷെഫി അവിടെ നിന്ന് കണ്ടു. എന്നിട്ട് കണ്ട് ഞാൻ കമ്പനിക്കാരനോട് ഫ്രണ്ടിനോട് പറഞ്ഞേ ഒരു പാവല്ലേ അങ്ങനെ നടന്നു പോണ സ്വാഭാവികമായിട്ട് നമ്മൾ തോന്നല്ലോ. അങ്ങനെ പറഞ്ഞേ. അപ്പൊ ഇവന് അത് വേറെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞ്
അപ്പോ എനിക്ക് ടോട്ടലി കുറച്ച് ശത്രുക്കളുണ്ട്. ഞാൻ എന്തിനും എനിക്ക് പെട്ടെന്ന് ഞാൻ സംസാരിക്കും, ചൂടാവുകയല്ല സംസാരിക്കൂ, റിയാക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ വളരെ കുറവാട്ടോ, ഇപ്പൊ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ഓൾറെഡി കുറെ ശത്രുക്കളുണ്ട്. മിണ്ടാതെ വീട്ടിലിരുന്നതിനെ ഉണ്ടാവില്ലായിരുന്നു, പുറത്തൊക്കെ ഇറങ്ങുമ്പോ എന്തായാലും. അപ്പൊ ആ ശത്രുക്കളുടെ ഇടയിലേക്കൊക്കെ എത്തിയ വേറെ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച്, അപ്പോ ഇവൾക്ക് ഇവിടെ മക്കളെയൊക്കെ കൊണ്ടുപോണ ഒരവസ്ഥ വന്നു. അതല്ലാണ്ട് വേറെയുള്ള സംഭവങ്ങളൊന്നല്ല. കുറെ കമന്റ് ഒക്കെ വരുന്നതൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് അങ്ങനത്തെ എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയും. ഹാജരാക്കും. അങ്ങനെ ഇഷ്ടായി. അങ്ങനെ ഇവിടെ സിറ്റുവേഷൻ അങ്ങനെ ആയപ്പോ ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, അത് ഞാൻ ഏറ്റെടുത്തോളം സീനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ കണ്ടിന്യൂ പറഞ്ഞു. അല്ല എന്താ പറയാ, എനിക്കും അങ്ങനെ തന്നെ കണ്ടാലൊന്നും ഇഷ്ടക്കുറവൊന്നുമില്ല. കെട്ടണേനും കുഴപ്പമില്ല, പക്ഷെ എങ്ങനെ കെട്ടാൻ പറ്റുമോ, നമ്മളെ ഫാമിലി ആയാലും വലിയ ഫാമിലി ആയാലും ഒക്കെ ഒരു പാവല്ലേ എന്നൊക്കെ. പിന്നെ മക്കളെയും കൊണ്ടുപോയി എല്ലാരും ഇങ്ങനെ പറയുകയും ചെയ്തതിന് ഞാൻ അവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമല്ല, ഞാൻ കിട്ടിയ വള്ളി കയറി. അപ്പൊ ആദ്യമായിട്ട് എപ്പോഴും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവില്ലേ? പ്രപ്പോസ് ചെയ്തണോ? ഒരു ഇഷ്ടം പറയണ്ടേ, അല്ലാണ്ട് ചുമ്മാ കണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. പിന്നെ കല്യാണം കഴിക്കണ്ടെന്നൊക്കെ ചോദിച്ചില്ല എന്നോട്. ഇങ്ങനെയൊക്കെ മോളെ കാര്യമാണ്, മോളാണല്ലോ ഇപ്പൊ കല്യാണം കഴിക്കാനായത്. ഷെഫിക്കൊരു അപ്പൊ ഞാൻ പറഞ്ഞ ആയില്ല ഓള് പഠിക്കാന്ന്, പിന്നെ ഒന്നുമില്ല, അത്ര തന്നെ. തെറ്റിദ്ധരിച്ചതാ, ഇവിടെ തെറ്റിദ്ധരിച്ചതാ ചോദിച്ചപ്പോ അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ലൈഫിൽ ഇങ്ങനെ ആ ഒറ്റപ്പെട്ട് പോയ ഒരു സിറ്റുവേഷനിലാണ് ഇദ്ദേഹത്തിന് കൂട്ടായിട്ട് എടുക്കാമെന്ന് തോന്നിയത്. എന്നാൽ ആ തോന്നാനൊരു കാരണം ഉണ്ടാവില്ലേ? വേറെ എന്തോരം ആൾക്കാർ നമുക്ക് കല്യാണം കഴിക്കാൻ പറഞ്ഞല്ലോ, കല്യാണേ വേണ്ടാന്ന് വിചാരിച്ചേനു. അപ്പം പിന്നെ ആരോഗ്യപരമായിട്ടും പിന്നെ അമ്മ ഇപ്പൊക്കെ മരിച്ച്, പിന്നെ ജോലി പഠിച്ചിട്ടൊന്നുമില്ല അധികം. അപ്പൊ ജോലിയൊന്നും ഇല്ലാതാവുമ്പോ പിന്നെ അങ്ങനെ ആവുന്നില്ലാന്ന്, ഒറ്റക്ക് ആവൂലെന്നൊരു തോന്നല്. അങ്ങനെ പിന്നെ എന്താ തോന്നി? ഷെഫി മതി കല്യാണം കഴിക്കാൻ എന്താ തോന്നി? ഷെഫി മതിയെന്നൊന്നും അതുവരെ വിചാരിച്ചില്ല. വിചാരിച്ചു ബമ്പർ അടിക്കുകയാണ്, ആ സംഭവം പമ്പറായി പോയി. എടുത്തതാ. ഇങ്ങനെ ധൈര്യം കാണിച്ചല്ലോ, അങ്ങനൊക്കെ പ്രശ്നമായപ്പോ കെട്ടാന്ന്, അങ്ങനെ ധൈര്യമുള്ള ഒരാളാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടൊന്നല്ല. അല്ലാണ്ട് വേറൊന്നുമില്ല. ശരിക്കും പമ്പറാന്ന് വിചാരിച്ച് പമ്പറായോ? പറഞ്ഞില്ലേ, പറഞ്ഞോടേ, കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ പുറത്താക്കണോ? ഇല്ലല്ല, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. ഈ ആ സമയം കല്യാണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസങ്ങൾ സ്വഭാവത്തിലൊക്കെ തോന്നിയോ? ഇല്ലല്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ ലാസ്റ്റ് ഒരു Q&A കണ്ട സമയത്തും ആൾക്കാർ കുറെ കമന്റ് ഞാൻ കണ്ടു. നമ്മളിങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ നമ്മൾ നോക്കണമല്ലോ, അപ്പൊ കുറെ കമന്റ് ഉണ്ട്. നിങ്ങൾ ലവ് സ്റ്റോറി പറഞ്ഞതിൽ കുറെ കൺഫ്യൂഷൻ ഉണ്ട്, മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു. അതിന്റെ നേരെ താഴത്ത് കുറെ കമന്റ് ഉണ്ട്, സംഭവമൊക്കെ മനസ്സിലായി. കുറെ പേർക്ക് മനസ്സിലായി, പക്ഷെ കുറെ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത്? അത് കമന്റില്, വീഡിയോയിലല്ലേ? നേരിട്ട് ഈ പറഞ്ഞ ആരും വന്നു മോശമായിട്ട് പറയില്ല. വീഡിയോയില് ഉമ്മാണോ മോനാണോ അങ്ങനെ ചോദിക്കും. എങ്ങനെ പറഞ്ഞാലും ചോദിക്കൂ. ചിലപ്പോ ക്യാപ്ഷൻ ഉണ്ടാവും, മൈ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻ ഉണ്ടാവും, പക്ഷെ എന്നാലും മോന് സൂപ്പർ എന്ന് പറയുക, അല്ലെ ഇപ്പോ തള്ളേ, അങ്ങനൊക്കെ കിട്ട് കൊറേ. പക്ഷെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവരെയൊക്കെ എതിർത്ത് കമന്റ് ഇടുന്നത് ഷെഫിയാന്ന് തോന്നുന്നില്ല. ഇല്ല, കമന്റ് എതിർത്ത് കമന്റ് ഞാനൊന്നും ഇടില്ല, പിന്നെ ഞാൻ മൈൻഡ് ചെയ്യല്ല. പിന്നെ ഇപ്പൊ നമ്മള് ഒരുപോലെ പോലെ എന്തിടാണെങ്കിലും ഷെഫി തന്നെ ഇടല്. ഇപ്പൊ ആക്ച്വലി ഇങ്ങനെ ഈ ഉമ്മയാണോ മോനാണോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം മൈ വൈഫ് മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ നിങ്ങളുടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടിയിലും ഈ പറഞ്ഞ പോലെ ആൾക്കാർ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എന്തായിരിക്കും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ളത്?
എനിക്കൊന്നും പറയാനില്ല. മൗനം സമ്മതം. അല്ല അങ്ങനല്ല, ഒന്നും പറയാനില്ല. നമ്മള് വൈഫ് അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ പോണ്ട്, കുഴപ്പമില്ല. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. പക്ഷെ ഒരിക്കലും ഇപ്പൊ എത്ര അങ്ങനോട് തന്നെ കുറെ ആൾക്കാർ ചോദിക്കൂ, ഫോണൊക്കെ വിളിച്ച് ചോദിക്കൂ ഇങ്ങനെ മാരേജ്, കുറെ കോളൊക്കെ വരും. അപ്പൊ ഇങ്ങനെ മാരേജ് എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെ കഴിക്കാൻ നക്കണോല്. ആരെങ്കിലും ചിലപ്പോ ചെയ്യാൻ കാത്തിരുന്നിട്ട് ഒരു പ്രചോദനം കിട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ നിന്ന് പറയണ്ടാവും, ആരൊക്കെ വിളിച്ചപ്പോ ചോദിക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞാല് പെടുവോന്നുള്ളതാണ് ചോദിക്കുന്നത്. പെടുവോന്നല്ല എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചോദിക്കും. അതല്ലാണ്ട് പിന്നെ ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും എന്നോട് ചോദിച്ച് കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടോ, കുട്ടികളുണ്ടാവാൻ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കുറച്ച് എന്നോട് മാത്രം ചോദിക്കുന്ന കാര്യങ്ങളുണ്ടാവില്ല. അപ്പൊ ഞാൻ പറയും ഞങ്ങൾ ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യേണ്ട, കാരണം നമ്മൾ പോലെ ആയിക്കോളണമെന്നില്ല. എല്ലാവരും നമ്മൾ ധൈര്യം ഒന്നും കൊടുക്കുന്നില്ല. ഇല്ല. ആദ്യമൊക്കെ ഇതെങ്ങനെ നേരിട്ടോണ്ടിരുന്നു ഈ ഫസ്റ്റ് ടൈമില് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോ? ഇപ്പൊ നിങ്ങളെല്ലാം കൂളായിട്ട് എടുക്കുന്ന ആൾക്കാരാന്നറിയാം. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നൊരു ഭയങ്കര ടെൻഷൻ. എനിക്ക് എന്നാലും എടുത്തൊക്കെ വരും കേട്ടോ, കമന്റ് വായിക്കുമ്പോ ഒക്കെ വരും. പക്ഷെ അധികം വായിക്കലില്ല. വായിക്കണ്ടെന്ന് പറയും. ശരി ഇറങ്ങി എന്തിനാ വെറുതെ അതൊക്കെ വായിക്കണേ. ചില കമന്റ് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി സ്കൂളാണെന്ന് തോന്നുന്നു അല്ലേ? ചെറിയ ഞാൻ കിടന്നു പോവുകയാണ്, ടെൻഷൻ അടിച്ച്. ഒന്നാമതേ യൂട്യൂബിന്റെ ആ ഒരു വിഷയം നമ്മളെ ഫാമിലിയൊന്നും ഇഷ്ടമല്ലല്ലോ. ഇപ്പോഴും വലിയ ഇഷ്ടമൊന്നുമില്ല. അവർക്ക് വരാൻ ഇഷ്ടമില്ലെന്നല്ലേ വീഡിയോയില്? അങ്ങനല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇഷ്ടമല്ല. ഷെഫിമാണ് സ്വന്തം ചെയ്തോട്ടെ എന്നുള്ളതില് ഫ്രെയിമിലൊന്നും വരണ്ട, മുസ്ലിം പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള. ഓക്കെ. പിന്നെ ആക്ച്വലി നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച ഞങ്ങള് അപ്പൊ ഒന്ന് പുറത്താക്കാന്ന് വിചാരിച്ച. എന്നാലും ഏകദേശം 10 above. ഓക്കെ. ആക്ച്വലി എന്താ സംഭവം ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഷെമിത്താക്ക് ഭയങ്കര നാണാണ്. ഇവിടെ ഇവരെയൊക്കെ കണ്ടിട്ട് ഭയങ്കര, ഞാൻ പറഞ്ഞു ഇവരോട് പുറത്തേക്ക് ഇറങ്ങിപ്പോ, പക്ഷെ ഇവര് പോവില്ല. അപ്പൊ എന്തായാലും ഇവരൊന്ന് ആക്റ്റീവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ടാസ്ക് തരാമെന്ന്. പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഇഷ്ടം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അത് പറയൂലല്ലോ നമ്മളോട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ലൈവായിട്ട് ഇവരെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിക്കാന്ന്. അപ്പൊ ഷെമിത്ത കുറച്ച് ആക്റ്റീവ് ആവും അല്ലെ? ആരാദ്യം പ്രപ്പോസ് ചെയ്യുന്നേ? ഞാൻ ചെയ്യാം. ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്? പോണ്ടേ, എന്താ ചെയ്യാ? പ്രോപ്പർട്ടീസ് വന്നു ഗൈസ്. എവിടുന്നാ വരുന്നത്? അവിടെ ഇപ്പൊ അങ്ങനെ തണുപ്പൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, സീസൺ അല്ലേ. സ്വന്തക്കാ അല്ല, ഊട്ടിയോ? ഞാനിങ്ങനെ കാണുമ്പോ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഊട്ടിയിലല്ലേ എന്നെങ്ങനെ കാണല്? ഊട്ടി പോയി വരല്ലേ? ഞാൻ കാര്യം പറയട്ടെ. എനിക്ക് ഷെഫിനെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഇഷ്ടാണ് ബാക്കി. അപ്പൊ താങ്ക് യു പറഞ്ഞു. അപ്പൊ ചോദിക്കും ഇതെന്താ താങ്ക് യു ഒക്കെ പറയല്ലേ? ഇഷ്ടല്ല, എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞു. ഇതെന്താ താങ്ക് യു ഒക്കെ പറയുന്നേ? ഇത്രയും നല്ല സുന്ദരി പെണ്ണ് എന്നോട് ഇഷ്ടാന്ന് അറിയല്ലേ, പിന്നെ താങ്ക് യു അറിയാണ്ടിരിക്കുവോ? എനിക്ക് ടോപ്പാക്കണ്ട, നിങ്ങൾ ടോപ്പായ മതി. ഞാൻ ഒറ്റക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമല്ല, അത് താങ്ക് യു പറഞ്ഞ അങ്ങനെ ഒഴിവാൻ നോക്കണ്ട. അത് വിളിച്ചു കൊച്ചു കള്ളത്തി. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അവന്റെ പ്രപ്പോസലിന്റെ ടൈം കഴിച്ചിട്ടോ പോരുന്നോ എന്റെ കൂടെ ജീവിത സഖിയായി? ഓക്കെ, ഞാൻ തന്നെയല്ലേ പറഞ്ഞ അങ്ങോട്ട്. ഇനി അങ്ങനല്ല പറയുന്നു. ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊന്നും തന്നാ അഭിനയിക്കാൻ അറിയില്ല. ഏതായാലും പോവാ. എനിക്കിഷ്ടായിരുന്നു. ഓക്കെ, സൂപ്പർ. ഇനി തിരിച്ചയക്കണ്ട, ഇനി ഷെഫിയുടെ ചാൻസ്. എന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രപ്പോസ് ചെയ്തതെന്ന്.
ആ ഒരു നാണവും ആ ഒരു ഇതൊക്കെ റൊമാൻറ്റിക് കാണാൻ നിങ്ങൾ പോകണേ ഉള്ളൂ. ഓവറാക്കണ്ടേ? അല്ല ഓവറാ ഞാൻ ചളിയൂ. ഹലോ, ഷെമി നല്ല പേര്? അതെ. ഞാൻ കൊടുവള്ളി വെച്ചൊക്കെ കണ്ടിരുന്നു. ആണോ? ഇപ്പൊ എവിടെ പോവാ? ഞാൻ ഇവിടെ വെറുതെ സാധനം വാങ്ങാൻ വന്നു. വാങ്ങിയോ? വാങ്ങിയോ? ഞാൻ ഈ ഫ്ലവറും പിടിച്ച് കുറെ നേരം ഇരിക്കുന്നു. എന്തേനും? ഒന്നുമില്ല, എനിക്ക് നിങ്ങളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളെ അന്ന ഇഷ്ടമാണോ എന്നെ? ഇഷ്ടമാണെങ്കിൽ ഫ്ലവർ പിടിക്കുക. യെസ് ഓർ നോ? എനിക്കിപ്പോ ആൻസർ കിട്ടണം. ഇഷ്ടമാണെങ്കിൽ ഫ്ലവർ അടിക്കുക, ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചോ, അല്ലെങ്കിലും വാങ്ങിക്കുക, എന്നിട്ട് ഇഷ്ടമാണെന്ന് പറയാം. സൂപ്പർ സൂപ്പർ. ഓക്കേ, താങ്ക് യു. ഇതുവരെ പ്രപ്പോസ് ചെയ്തില്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ചെയ്തില്ലേ? പക്ഷെ ഇങ്ങനൊന്നും അല്ലടാ. ഇനി പറ, നിങ്ങളുടെ ഈ ലവ് സ്റ്റോറിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാരാ? ലവ് സ്റ്റോറി അല്ല, ഈ ഒരു സ്റ്റോറിക്ക് ഒരു പേര് വേണം. ടിറ്റി ഫാമിലി സ്റ്റോറി ഉണ്ടാക്കാം. ഈ സ്റ്റോറിക്ക് വേണ്ട, അതുകൊണ്ടാ നിങ്ങൾ പറ. ടിറ്റി ഫാമിലി സ്റ്റോറി വേണ്ട, കാരണം ഉമ്മ ഇപ്പൊക്കെ വരും, ഇവരൊക്കെ ടിറ്റി പെട്ടതാണ്. ഓക്കെ, ആരേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തുടക്കം മുതൽ ഇതുവരെ ഈ കല്യാണം നടക്കാൻ ഈ ഒരു ബന്ധത്തിനൊക്കെ? സപ്പോർട്ട് അറിയാനില്ല, കാരണം എല്ലാവരും നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് ഏജിന്റെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാവരും ഇതില്. അപ്പോ എല്ലാവരും കൂടുതൽ ആൾക്കാരും വന്ന് ഉപദേശിച്ചു പോയി, നിങ്ങളങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. എന്റെ ഫാമിലി അങ്ങനെ തന്നെ. ഓൻ ചെറിയ ചെക്കനല്ലേ, ഓന്റെ ലൈഫ് ഇനി ചിന്തിച്ചു നോക്ക് കുറച്ച് കഴിയുമ്പോ. പക്ഷെ എനിക്ക് അതൊന്നും അപ്പൊ പറയുമ്പോ നമുക്ക് നമ്മളെ കാര്യം അറിയല്ലോ. ഞാൻ എന്റെ കാര്യം ചിന്തിച്ചുള്ളൂ. അതാണ് റിയൽ ആയിട്ട് നമ്മുടെ അല്ലെങ്കിലും ചില സമയത്തൊക്കെ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പൊ ഞാൻ ആഫ്റ്റർ മാരേജ് എന്റെ കാര്യം തന്നെ വിചാരിക്കാൻ തുടങ്ങി. അതുവരെ ഞാന് അത് പാവല്ലേ ഇത് പാവം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എപ്പൊ മനസ്സിലായി അവലും വലും പാവായിട്ട് കാര്യമല്ല. നമ്മള് ഫസ്റ്റ് നമ്മളെ കാര്യം അങ്ങനല്ലായിരുന്നു. എല്ലാരും സിമ്പതി ആയിരുന്നു എല്ലാരോടും. ആഫ്റ്റർ മാരേജ് എന്താ ചിന്തിച്ചേ? ആഫ്റ്റർ മാരേജ് ഞാൻ സിമ്പതി എന്ന് പറയുന്ന സംഭവം ലൈഫിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ എടുക്ക് വരുന്നാലോ ചില കാര്യങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ സിമ്പതി വരും. എനിക്ക് സ്വാഭാവികമായിട്ട് ആരെങ്കിലും ഒന്നും എന്തെങ്കിലും കരീനൊക്കെ കണ്ടാൽ ഒരു ഇതാ വിഷമാവും. പക്ഷെ എന്നാലും ഞാൻ ഓട്ടോമാറ്റിക്കലി അത് മാറ്റും. മൈൻഡ് ആയിട്ടാണല്ലോ എന്നെ കല്യാണം കഴിച്ചത്. അതെന്താ? അല്ല, ഇത്ര ഏജ് ഒക്കെ ഉള്ള ഏതൊരു പുരുഷന്മാർക്കും ഉണ്ടാകുക അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ കേട്ടില്ല ഞാൻ. അപ്പൊ ഞാൻ വിചാരിക്കും നല്ല മനസ്സാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്നേഹത്തിനും പ്രണയത്തിനും പ്രായം ഒരു പരിധി അല്ലെന്നാണ് പൊതുവെ പറയാറ്. അതൊക്കെ ശരിയാണ്, എന്നാലും പ്രായത്തിലും ചെറിയൊരു ഇത് കാര്യങ്ങളുണ്ട്. കാര്യങ്ങളൊക്കെ കാരണം ഞാനൊന്നും നമ്മള് വിചാരിക്കുന്ന ആ ഒരു വൈബായിക്കൂല ഇവരെ ആ ഒരു സംഭവം. അത് നല്ലൊരു വ്യത്യാസമായിട്ട് സംഭവം ഉണ്ടാവും. ജനറേഷൻ ഗ്യാപ്പ് നല്ലോണം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഷെഫിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നോട് പറയലും ഉണ്ട്. ചില കാര്യങ്ങൾ എനിക്കും ഫീൽ ചെയ്യും, ഷെമിക്കും ഫീൽ ചെയ്യും. ഷെമി ചില കാര്യങ്ങൾക്കൊക്കെ ഉമ്മമാരൊക്കെ ഉപദേശങ്ങളൊന്നും അധികം പറ്റില്ല. ഉപദേശിച്ച് പോവും. പിന്നെ ഞാൻ വിചാരിക്കും എന്റെ ഭർത്താവാണല്ലോ. പിന്നെ ഒരാഴ്ചയൊക്കെ അടങ്ങിക്കും, പിന്നെ വന്നു. ഇപ്പൊ കൊറേ മാറ്റമുണ്ട് അല്ലേ? ഇപ്പൊ അടിപൊളി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പണ്ട് അടിപൊളിയല്ലായിരുന്നു. പ്രശ്നങ്ങൾ ഇങ്ങോട്ട് അടുക്കുന്ന വരെ ഉണ്ടാവല്ലോ. ആദ്യം എപ്പോഴും ഉള്ള ഉപദേശം ഇപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള ഉപദേശമായി മാറി. ഇപ്പൊ ഷെമി വന്നതിന് ശേഷം എന്തൊക്കെ ലൈഫിൽ മാറ്റം വന്നു ഷെഫിയുടെ ലൈഫില്? അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ മാറി. പിന്നെ എന്താ ഇപ്പോഴല്ലേ അല്ലേ നമ്മുടെ കല്യാണം മാരേജ് കഴിഞ്ഞ് ആ ടൈമിലൊന്നും ആരും നമ്മളെ മാരേജിന് വിളിക്കൂല. ഫ്രണ്ട്സ് പോലും എല്ലായിടത്തുനിന്നും ഒഴിവാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം ഇന്ത്യക്ക് വഴിയൊക്കെ നടന്നു കഴിഞ്ഞാല് പെണ്ണ് കിട്ടൂല, അങ്ങനെയൊക്കെ പേടികളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ഓലൊക്കെ മാരേജിന് വിളിക്കും. ഇപ്പോൾക്കൊക്കെ ഇപ്പൊ അങ്ങനെ വരുമ്പോ ഓല് നമ്മള് മാരേജിന് പോയി കഴിഞ്ഞാൽ ഓൽക്കൊരു അഭിമാനായിട്ട്, അമ്മ അഭിമാനായത് ഇപ്പൊ ഒരു അഭിമാനായിട്ട് മാറി. അതൊക്കെ ഒരു വലിയ കാര്യല്ലേ. സെൽഫി ഒക്കെ എടുക്കാനൊക്കെ ഒരുപാട്. ഇപ്പം ഈ ഏജിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ
പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നബി കല്യാണം കഴിക്കുമ്പോൾ നബിക്ക് 25 ഖദീജ ബീവിക്ക് 40 ആയിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടാറില്ല? അത് ഖദീജ ബീവി, ഇത് ഷമീന, ഇത് ഷമീന ബീവി. അപ്പൊ കുറച്ച് വ്യത്യാസങ്ങളില്ലേ? അത് മുത്തനബി, ഇത് ഇല്ല, എനിക്ക് വലുത് തന്നെ. കണ്ട സ്നേഹം ഇത് ഭയങ്കര. ഞാൻ കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്നു. ഞാൻ മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ അല്ലേ? ഇത് ഭയങ്കര ഷെഫ് ഭയങ്കര കുറച്ച് സാധനം കൂടുതലാണ്. അപ്പൊ അറിഞ്ഞതേ ഉള്ളു, പിന്നെ നല്ല സ്നേഹമാണ്. പറയുമ്പോ എല്ലാ പ്രശ്നങ്ങളും ഇവള് പറയൂലേ ഉള്ളൂ. ഞാൻ ഉള്ളിൽ വെക്കായി. മറ്റുള്ളിൽ വെച്ചിട്ട് വരുവാണ്. ഞാൻ പിന്നെ അങ്ങ് പറയും, ആൾക്കാർ എന്ത് വിചാരിക്കുന്നതും എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങളിപ്പോ രണ്ടുപേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട ഒരു 4 ക്വാളിറ്റി ചോദിച്ചാൽ എന്തായിരിക്കും? ഫസ്റ്റ് ഷെഫിനെ കുറിച്ച് പറ. ഷെഫിന്റെ ക്വാളിറ്റി ഇത് തന്നെ, എന്ത് ദേഷ്യം പിടിച്ചാലും പെട്ടെന്ന് നന്നാവും, പെണ്ണൊന്നുമില്ല. പിന്നെന്താ, ഒന്നിനും ഒരു പരാതി ഇല്ലാത്ത ഒരാള്, അതന്നെ. അപ്പൊ ഒരേ ഫുള്ളായില്ലേ? 4 ഫുൾ ആൻസർ ആയില്ലേ? ഓക്കെ, തിരിച്ചു പറ. രണ്ടെണ്ണത്തിന് ഒതുക്കല്ലേ നമുക്ക്. ഷെമി എല്ലാത്തിനും കൃത്യനിഷ്ഠത ഉണ്ടാവും. എന്ത് കാര്യത്തിനും അവിടെ 5 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സ്വാഭാവികമായിട്ട് 5 മണിക്കാണ് മാറ്റല് തുടങ്ങിയ. പക്ഷെ ഇവള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 ആകുമ്പോഴത്തേക്ക് സെറ്റായി ഒരു 5 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തുന്ന രീതിയിലാവും. അപ്പൊ അതൊരു അടിപൊളി ക്വാളിറ്റിയാണ്. പങ്ക്ച്വലാണ്. അതൊക്കെയാ. പിന്നെന്താ പറയാ, പിന്നെ ഫുഡ് അടിപൊളി ഫുഡാ, അടിപൊളി കുക്കിംഗ് അല്ലേ, നല്ല ടേസ്റ്റിയാ ഫുഡൊക്കെ. അതുകൊണ്ടൊക്കെ അങ്ങനെ പോണ്, തട്ടിക്കൊണ്ട് പോണ്. ഫുഡിൽ കൂടിയാണ് മനസ്സിലെത്തിയതെന്ന്. ഓക്കെ. ഇപ്പൊ ഈ ഏജും അല്ലെങ്കിൽ ഇപ്പം മാരേജിന്റെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോഴും ഫസ്റ്റ് ഓൾറെഡി മാരീഡ് ആയിരുന്നു, അതില് കുട്ടികളുണ്ട്. അവരിപ്പം ഉപ്പാടെ കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നിലയിലെ ഇപ്പോഴത്തെ മാരേജിൽ ഐഷു കുട്ടി ഉറങ്ങുക. ഞങ്ങൾ വന്നപ്പോ കണ്ടു കുറച്ച് കുസൃതി കൂടുതലാണ്. പക്ഷെ പെട്ടെന്ന് ഉറങ്ങി 5 മിനിറ്റ് കൊണ്ട് ഉറങ്ങുന്ന കുട്ടിയെ ഞാൻ ആദ്യമായിട്ട്. അത് 1:30-2 മണിയാകുമ്പോ ഉറങ്ങുന്നത്. അന്ന് കുറച്ച് ലേറ്റ് ആയല്ലോ, അതാ വേഗം ഉറങ്ങി. അല്ലെ ഞാൻ ഉറങ്ങിയിട്ടേ അവൾ ഉറങ്ങും. അല്ലേ ഇവള് പോയി ഞാൻ ഉറക്കും, എന്നിട്ട് ഞാൻ പോയി നോക്കണ ഇവള് ഉറങ്ങിണ്ടാവും, ഇവള് ഉറങ്ങിണ്ടാവില്ല, ആശ ഉറങ്ങിണ്ടാവില്ല. ഈ നമ്മൾ വേറെ കുറെ കമന്റ്സ് ഉണ്ട്. ഇപ്പം പ്രഗ്നൻസി സ്റ്റോറി പറയാനും അതൊക്കെ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? പ്രഗ്നൻസി സ്റ്റോറി ഈ ഏജ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂട്രസിന് എന്താ കട്ടി കുറവോ? യൂട്രസിന് കട്ടില്ലാത്ത പ്രശ്നം. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നിർത്തണല്ലോ കുട്ടിനെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡെലിവറി നടക്കുന്നുള്ള അങ്ങനെ കുറെ റെസ്റ്റ് ആയിരുന്നു. 4 മാസം തൊട്ട് ഡെലിവറി വരെ റെസ്റ്റ് ആയിരുന്നു. റെസ്റ്റ് എന്ന് പറയുമെങ്കിൽ ഇവിടെ അങ്ങനെ റെസ്റ്റ് ഒന്നും ചെയ്യല്ലോ, കാണാതൊക്കെ ചെയ്യും. ഷെഫിന്റെ അമ്മ ഇപ്പൊക്കെ എനിക്കിങ്ങനെ വെറുതെ അടങ്ങിയിരിക്കും. നമുക്കുണ്ടല്ലോ, നമുക്കൊരു ബുദ്ധിമുട്ടാക്കരുത് എന്നല്ലേ, നമ്മളാലും ഒരു ബുദ്ധിമുട്ടായിരുന്നു. കയ്യിന്നൊക്കെ ചെയ്യാൻ ഒരു കാണാതെ കണ്ടാ വേഗം പോയി കിടക്കും. എന്താ ചെയ്യണ്ടെന്ന് പറയുമ്പോ അധികം ചെയ്യും. എന്തെങ്കിലും പണിയെടുക്കുന്ന പറഞ്ഞാല് അപ്പൊ ഫസ്റ്റ് മാരേജിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഐഷുക്കുട്ടിക്ക് ഒരു കൂട്ട് വേണ്ടതാണ്. കൂട്ട് വേണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം ഇപ്പൊ എന്റെ മനസ്സിലിപ്പൊക്ക് 3 കുട്ടികളാണല്ലോ. അപ്പൊ ഷെഫി പറയും പിന്നെ ഐഷുവിനെന്ന് പറഞ്ഞ ഐഷുവിനൊന്ന് വേണല്ലോ എന്ന്. അപ്പൊ പഠിച്ചോൻ തന്നാല് വാങ്ങാം. ബേബി പ്ലാനിങ് ഉണ്ടോ? പ്ലാനിങ് ഉണ്ട്. പഠിച്ചോൻ തന്നാ വാങ്ങാം. തരട്ടെ. ഇനി അപ്പൊ ബേബി ബോയിനാണോ ഇഷ്ടം? അങ്ങനല്ല, ഏത് വന്നാലും ആരാണെങ്കിലും എനിക്ക് പെൺകുട്ടികളായത് കൊണ്ട് ഒരു ബോയ് വേണമെന്നുണ്ട്. ഇപ്പൊ ഇതുവരെയുള്ള ലൈഫിലെ കുറെ എക്സ്പീരിയൻസസ് 2 പേർക്കും ഉണ്ടാവും. എന്നാലും ഇപ്പൊ ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴും ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് കുറച്ച് മുമ്പ് വരെയൊക്കെ പ്രതിസന്ധി തന്നെ ആയില്ലേ? കാരണം എനിക്ക് പിന്നെ ഡിവേഴ്സ് ആയതുകൊണ്ട് ഒന്നെന്നില്ലല്ലോ, ഒരുപാട്. ഞാൻ ഡിവേഴ്സായി വന്ന് ഒരു മാസമാവുകയെ എൻ്റെ അമ്മച്ചിക്ക് ഇങ്ങനെ ക്യാൻസറിന്റെ അസുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ക്യാൻസർ എന്നൊക്കെ പറയും, നമ്മളെ വീട്ടിലൊരു ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമാണല്ലോ. അങ്ങനെ 9 വർഷം അന്നും അസുഖം, ഹോസ്പിറ്റലിൽ അങ്ങനെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പൊ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന ഒരു ഭാഗം തളർന്നു പോയി. മക്കളെ കാര്യങ്ങള് അങ്ങനെ അതന്നെ കുറെ അനുഭവിച്ചു. 14 വർഷം. അപ്പം അങ്ങനെ ആ മരണം വരെയായിരുന്നു ലൈഫിൽ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടെ എന്തായിരുന്നു ഇതുവരെ തിരിഞ്ഞു നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അനുഭവിച്ചതിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു മൊമെന്റ്, നിമിഷം ഏതായിരുന്നു?
പ്രയാസം ഉണ്ട്. കാരണം നമ്മളെ കല്യാണം കഴിഞ്ഞ് ആരോട് ജോലി ചോദിക്കാനും ഉള്ള ജോലികളൊക്കെ തന്നെ പോയി. അത് ഞാൻ ഇന്നലെയും കുറച്ച് വോയിസുകൾ എടുത്ത് ഞാൻ കേട്ട്. കാരണം എനിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ സമയത്താണ് മൊത്തം ബ്ലോക്ക് ആയിട്ട് പൈസയൊക്കെ പെൻഡിങ് ആയി. പൈസ ഇല്ല, പിന്നെ ചെലവിന് പൈസ ഇല്ല, പമ്പേഴ്സ് വാങ്ങാൻ പോലും പൈസ ഇല്ല, ഐഷു ഉണ്ട്. ആ സമയത്ത് ഞാൻ അത്രയും ആൾക്കാരോട് ജോബൊക്കെ ചോദിച്ച് പിന്നെ ഷോപ്പിലൊക്കെ പോയി നിന്ന് അതിനെക്കൊണ്ട് അങ്ങനെ കുടുംബം കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണല്ലോ. വലിയ സ്വപ്നങ്ങളുമാണ്, ചെറിയ ജോലിക്കൊന്നും പോകാനും ഉയർന്ന ചിന്താഗതി ജീവിതമായിരുന്നു. അപ്പോ കുറെ ആൾക്കാരോട് ജോബൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ കുറച്ച് മെസ്സേജ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. ജോബ് ചോദിച്ച ആ സമയത്ത് നമ്മക്ക് ആരും ഉണ്ടാവില്ല. എത്ര നമ്മൾ ആരോട് ജോബ് ചോദിച്ചാലും എനിക്ക് അങ്ങനത്തെ പ്രശ്നമല്ല. ഞാൻ ആരോടും ഇനിയിപ്പോ എനിക്ക് നാളെ പോയി യൂട്യൂബ് അങ്ങനെ കൂടിയാണ് നമ്മൾ യൂട്യൂബിലേക്ക് ആ സമയത്ത് അതന്നെ പൈസക്ക് വേണ്ടിട്ട് ചെയ്ത്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ നല്ലൊരു ഇൻകം വന്നപ്പോ എനിക്കും നല്ല ഹാപ്പി ആയി. ഇൻകം വരുന്നതിന് മുമ്പൊക്കെ ഈ ഗൾഫിൽ പോയിക്കൊന്നാല് എല്ലാത്തും എവിടെയെങ്കിലും എത്തിക്കാണ് ഞാൻ അങ്ങോട്ട് പോയത്. കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് ഒക്കെ ഞാൻ എത്തിച്ചത് എന്താ പറയാ നിന്ന് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യും. ക്ഷമിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആട്ടുസൂപ്പ് കൊറേ കാട്ടൊക്കെ സെറ്റായി കിട്ടും. അങ്ങനെ അതായിരുന്നു ഏറ്റവും ഒരു പ്രതിസന്ധിയായിട്ട് തോന്നിയ ഒരു നിമിഷം. ഇത് പ്രതിസന്ധി ആയിട്ട് തോന്നില്ലേ? ഓക്കെ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറെ പുകഴ്ത്തുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോ എന്തിട്ടാലും, എന്ത് ഡ്രസ് ഇട്ടാലും, എന്ത് ഫോട്ടോ ഇട്ടാലും, നല്ല തട്ടം ചുറ്റിയ ഫോട്ടോ ഇട്ടാൽ പോലും വരെ രണ്ടഭിപ്രായം. അതെ അതെ, അങ്ങനൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഇതിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എനിക്കും ക്ലാസ് കിട്ടുമ്പോൾ ഞാൻ ബേക്കോട്ടാവും. യൂട്യൂബിൽ നിൽക്കേണ്ട ഞാൻ പറയും ഞാൻ നാളെ തൊട്ട് വീഡിയോയിലില്ല, ഇനി ഞാനില്ല കേട്ടോ, വേറെ ആളെ നോക്കിക്കാം. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യൂല. അപ്പൊ ഞാൻ മിണ്ടാറിങ്ങനെ ഇരിക്കും കേട്ടിങ്ങി. പിന്നെ കുറച്ച് അടുത്ത കണ്ടന്റ് ഇതാണെന്ന് അറിയാം. അപ്പൊ പിന്നെ അവൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. അങ്ങനെ ചോദിക്കരുത്, വീഡിയോ ചെയ്യുന്ന കൂടെ നമ്മൾ സോപ്പിട്ട് നിക്കണ്ടേ എന്താണ്. അതേപോലെ ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ ബോഡി ഷേമിങ് കമന്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അതിനോടൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യാം? അത് പിന്നെ എനിക്കറിയാം, ഞാൻ കണ്ണാടിയിൽ നോക്കിയാൽ എത്ര ഉണ്ട് എന്നുള്ളത്. ഞാൻ എന്നെ ഇഷ്ടപ്പെടും. അപ്പൊ പിന്നെ ആര് പറഞ്ഞാലും എനിക്ക് കേറൂല. അത് നമ്മളെ ഇഷ്ടപ്പെടണം എന്നാണ്. അപ്പൊ അങ്ങനൊന്നും ഞാനില്ലല്ലോ, എനിക്ക് തെറ്റില്ലല്ലോ, അങ്ങനെ വിചാരിച്ചാളും. നല്ല മുഖച്ചായല്ലോ. അപ്പൊ ഞാൻ ഷെഫിനോട് ചോദിക്കും, ഷെഫ് എന്റെ കോലം എന്തോന്നാ? കുഴപ്പമില്ല, ഇങ്ങനെ അടിപൊളിയല്ലേ പറഞ്ഞാൽ എനിക്കൊക്കെ ആയി. ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആണ്. തിരിച്ച് അങ്ങനെ ഒന്നും പറയാറില്ല അല്ലേ? അങ്ങനെ സംഭവം ബോഡി ഷെയ്മൊന്നും എനിക്ക് വന്നില്ല ഇതുവരെ. വന്നിട്ടില്ല. എനിക്ക് താടി ഷെയ്മിങ് ഉണ്ട്. അനിയനൊക്കെ നല്ല കട്ടി താടി, അതിനെന്താ മരുന്നുണ്ടോ? മരുന്ന് വേണ്ടോ? ഞാൻ വിചാരിച്ചു ഇത് ഫാഷൻ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാന്ന്. ഷെവിതാക്ക് കട്ടി താടിയുള്ളതാണ് ആൾക്കാരാണ് ഇഷ്ടം. എനിക്ക് തന്നെ ഇഷ്ടം. പക്ഷെ ഇവന്റെ കണ്ണാടിയിൽ നോക്കി എനിക്ക് എന്താ വരാത്തത്, എനിക്കെന്താ ഞാൻ പറയും അടിപൊളിയാ. ഞാൻ അവനോട് പറഞ്ഞ ബാർബർ ഷോപ്പ് കട്ടിയിലാകും, കട്ടിയിലാക്കാൻ ശരിക്കും ഏറ്റവും കൂടുതൽ ആൺപിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും താടി മീശ. നമുക്ക് ഗേൾസിനത് എത്ര പറഞ്ഞാലും ചിലപ്പം മനസ്സിലാക്കാനൊരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ ആൺപിള്ളേർക്ക് അത് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. ടെൻഷനൊന്നുമില്ല കേട്ടോ. ഇല്ല അല്ലേ? ഇല്ലാതില്ല, കണ്ണീര് തുടച്ചിട്ട് വരാൻ. ടെൻഷനൊന്നുമില്ല.